എല്ലാവരും എന്നെ എടുക്കുവാണോ? എല്ലാവരും ചോറൊക്കെ ഉണ്ടോ? ഇന്ന് 3-ാം ഓണമാണ്, ചതയമാണ്. എല്ലാവരും ആഘോഷത്തിനൊക്കെ കുറേ പേരെല്ലാം പോയി കാണുമെന്നറിയാം. പിന്നെ ഞങ്ങളാണ് ഇന്നലെ വാഗമണ്ണെല്ലാം പോയി അടിച്ചു പൊളിച്ചു വന്നു. ഈ വർഷം എനിക്ക് സന്തോഷത്തിൻ്റെ ഒരു ഓണമായിരുന്നു. ഈ വർഷത്തെ ഇനി മറക്കാൻ പറ്റത്തില്ല. തിരുവോണം മുതൽ ഇങ്ങോട്ട് നല്ലതായിരുന്നു. തിരുവോണത്തിൻ്റെ അന്ന് എനിക്ക് ഇന്ന് വരെ കിട്ടാത്ത സന്തോഷമായിരുന്നു തിരുവോണത്തിൻ്റെ അന്ന്. ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൊണ്ട് അങ്ങനെ ഒന്നിച്ച് സാധാരണ ഇരിക്കാനുള്ള അല്ലായിരുന്നു. പക്ഷേ ഈ വർഷം എല്ലാം ദൈവം നമുക്ക് അറിഞ്ഞു തന്നു. നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ ഓണം എല്ലാം ആഘോഷിച്ച് ഇന്നലെ വാഗമണ്ണിലെല്ലാം പോയി. ഫോട്ടോ ഒന്നും എല്ലാം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ഇന്ന് ഞങ്ങളെല്ലാം ഇടും. അവിടെ റേഞ്ച് ഒന്നും കിട്ടത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞങ്ങളെല്ലാം ഇടും. പിന്നെ എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ അടിച്ചു പൊളിച്ച് നടക്കുമായിരുന്നു. ആദ്യമായിട്ടുണ്ടാകുന്ന സംഭവം. ജീവിതത്തിൽ കാണാത്ത കാഴ്ചകളൊക്കെ ഇന്നലെ എൻ്റെ പിള്ളേരുണ്ടായി കാണിച്ചു. അവിടെ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു പറയാൻ പറ്റില്ല. അതുപോലത്തെ സന്തോഷമായിരുന്നു എനിക്കിന്ന്. പിള്ളേരാണ് ഇപ്പോഴത്തെ ചോറിനാൻ കിടന്നുകൊണ്ട് അവർക്കൊന്ന് ബഹളം വെക്കുന്നു. അവർക്ക് ചോറ് വിളമ്പി കൊടുത്തു. രാത്രി 1 മണിയായി ഞങ്ങൾ വന്നപ്പോൾ. അത് കാരണം എല്ലാ പണിയും കിടക്കുവാണ്. തുണിയെല്ലാം കഴുകാൻ കിടക്കുന്നു. അങ്ങനെ ഒത്തിരി പണികളുണ്ട്. പിന്നെ നമ്മൾ ചോറ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് പയ്യെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഓരോരുത്തർക്ക് ചോറ് വിളമ്പി കൊടുത്തേക്കാം. എന്ത് ചെയ്യാം. ഞാൻ ചോറ് വിളമ്പുവാണ്. അതിന് ചോറ് വിളമ്പി അന്നേരം രാവിലെ മീൻകാരൻ വന്നപ്പോഴത്തേനും മീൻ മേടിച്ചു. അതെ, ഇന്നലെയൊക്കെ അയല മേടിച്ചു. ഇന്നലെയൊക്കെ നമ്മൾ പച്ചക്കറിയൊക്കെ അല്ലായിരുന്നോ, എന്നാലും കൊണ്ട് അയല മേടിച്ചുകൊണ്ട് വന്നു. അത് കറി വെച്ചു. പിന്നെ അവിയലുണ്ട്. പെട്ടെന്ന് കുഞ്ഞവിയൽ. അവിയൽ വെച്ചു. പിന്നെ അച്ചാറെല്ലാം ഉണ്ട്. ഓണത്തിൻ്റെ അച്ചാറ്, നാരങ്ങ എടുത്താൽ മതിയെങ്കിൽ അവർക്ക് എല്ലാവരും കൂട്ടിക്കോളും കേട്ടോ. അച്ചാറൊക്കെ ഇഷ്ടം. മാങ്ങ അച്ചാറ്, ഇത്രയും മാങ്ങ അച്ചാർ എന്നിട്ട് ഇപ്പം നമ്മൾ ഒന്നിച്ചങ്ങിട്ട് കുപ്പിയിലോട്ടൊന്നും മാറ്റാനുള്ള സാവകാശം കിട്ടിയില്ല. എല്ലാം വെച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഇഞ്ചിക്കറി, പിന്നെ ഇച്ചിരി മീൻ വറുത്തു. അച്ഛൻ വന്നു. അച്ഛൻ വന്നതിൻ്റെ ഒച്ചയാ കേൾക്കുന്ന അവിടെ. കേട്ടില്ലേ? അത് വന്ന വഴിയുള്ള ഒച്ചയാ. എന്തേണ്ടേ ഇന്ന് ഇത്ര എല്ലാം ചോറും വിഭവങ്ങളും ഉണ്ട്. മീൻകറി ഉണ്ട്, മീൻ വറുത്തത്, അവിയൽ, അച്ചാറ്. അന്നേരം എല്ലാവരും ഓടി വായോ ചോറുണ്ണാം.